നമ്മൾ ഗുണ്ടൽപേട്ടയിലെ മുന്തിരിപ്പാടത്താണ്. ഗുണ്ടൽപേട്ടയില് സൂര്യകാന്തിയും അതുപോലെ പൂക്കളും മാത്രമല്ല വിളയ, നല്ല ഗംഭീരമായ മുന്തിരി വിളയും. അപ്പൊ നമ്മൾ മുന്തിരി വിളവെടുത്തോണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. കത്രിയുണ്ട് ചേട്ടാ? ഇല്ല അല്ലേ? അപ്പൊ നമുക്കിതാ ഒരു മുന്തിരി ഇവിടുന്ന് വിളവെടുക്കുന്ന ഒരു കാഴ്ച. മുന്തിരിപ്പാടത്ത് നിന്ന് നമുക്കൊരു മുന്തിരി പൊട്ടിക്കാം. എന്താ നോക്ക്, ഇതാ നല്ല കിടിലൻ മുന്തിരി. അപ്പൊ ഒരു വിളവെടുപ്പ് കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ വിളവെടുപ്പാണ്. നമ്മൾ ഈ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന മുന്തിരിക്ക് ഒരു ചെറിയ പുളിപ്പുണ്ടല്ലോ, പക്ഷെ ഇതിന് അങ്ങനത്തെ പുളിപ്പൊന്നുമില്ല. നല്ല അടിപൊളി ജ്യൂസിന് പോകുന്ന മുന്തിരിയാണ്. ഇതാ അപ്പൊ നമ്മൾ ഈ മുന്തിരിപ്പാടത്തേക്ക് ഇങ്ങനെ കടന്നു കഴിഞ്ഞാല് നമുക്ക് ഇതാ കാണാം ഇവിടെ ഇഷ്ടംപോലെ മുന്തിരികൾ വിളവെടുക്കുന്ന ഒരു കാഴ്ച. കണ്ണിനും മനസ്സിനും കുളിർമയേക്കുന്ന ഒരു ഗംഭീരമായ കാഴ്ച. നമ്മൾ മലയാളികൾ അധികം കാണാത്തൊരു കാഴ്ച. നമ്മുടെ സ്വന്തം ഗുണ്ടൽപേട്ടയില് ഇതാ സൂര്യകാന്തി മാത്രമല്ല, പൂക്കൾ മാത്രമല്ല, ഇതുപോലുള്ള മുന്തിരിയും വിളയും എന്ന് തെളിയിച്ചിരിക്കുകയാണ്. എന്താ ഭംഗി നോക്ക്, നല്ല അടിപൊളി മുന്തിരി. എത്രയോ നോക്ക് മുന്തിരി വിളവെടുക്കുന്നത്. ജോലിക്കാരൊക്കെ അധികം നേപ്പാളിലുള്ളവരാട്ടോ. ഇവര് എത്രയോ വർഷമായിട്ട് ഇവിടെ തന്നെയാണ്, ഈ ഫാമിലാണ്, ഈ ഫാമിലെ തന്നെ കൃഷിയാണ് ഈ മുന്തിരി എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയൊക്കെ മുന്തിരി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അർപ്പാനയിൽ നിറച്ചു മുന്തിരിയാണ്. ഇതാ നല്ല പഴുത്ത് കൊല കുത്തി കിടക്കുന്ന മുന്തിരി. എന്ത് സ്മെല്ലാന്നറിയോ? നല്ല കിടിലെ മുന്തിരി കൊലകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതാ ഇന്ന് മുന്തിരി തിന്നുണ്ടല്ലോ, തലയ്ക്ക് മത്ത് പിടിച്ചു എന്നുള്ളതാണ്. അത്രയും മുന്തിരി കഴിച്ചു നമ്മൾ ഇവിടുന്ന്. എത്രയാ നോക്ക് മക്കളെ, എത്രയാ നോക്ക്. ഇതുപോലെ നിങ്ങൾ മുന്തിരി കണ്ടിട്ടുണ്ടോ? പണ്ടൊക്കെ തേനിയിലൊക്കെ പോണായിരുന്നു മുന്തിരി കാണാൻ. ഇപ്പൊ നമ്മുടെ സ്വന്തം ഗുണ്ടൽപേട്ടില് ഇതാ മുന്തിരി. ഈ മുന്തിരിപ്പാടത്തെ ഒരു പ്രത്യേകത എന്താ അറിയോ? നമുക്ക് ആവശ്യത്തിനുള്ള മുന്തിരി നമുക്ക് ഈ പാടത്തുനിന്ന് വാങ്ങി കൊണ്ടുപോവാം. ഇതാ കവറിലേക്ക് വാങ്ങി കൊണ്ടുപോവാം. അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കി ഇപ്പൊ കുറെ നമ്മൾ പറിച്ചു, നല്ല മുന്തിരികൾ നോക്കി നമ്മൾ പറിച്ചു. അപ്പൊ നമുക്ക് ഇതാ ഇവിടുന്ന് ഓരോ കൊലയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട മുന്തിരികൾ പറിക്കാം. ഇങ്ങനെ പറിച്ചെടുക്കാം. കിലോയ്ക്ക് 50 രൂപയാണ് ഇവിടെ മുന്തിരിക്ക് കേട്ടോ. അപ്പൊ നമുക്ക് പറിച്ചെടുക്കാം, എന്നിട്ട് നമുക്ക് പോവാം. നല്ല അടിപൊളി മുന്തിരി ഇതുണ്ടോ? ഇതൊക്കെ നമ്മളെല്ലാരും കൂടി ഇതുണ്ടോ? ഇതൊക്കെ ഇപ്പൊ പറിച്ചെടുത്തിരിക്കുന്ന മുന്തിരിയാ. എന്താ നോക്ക്, അടിപൊളി മുന്തിരി.